ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്നും കാണുമ്പോഴോ വിഷമം അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാറില്ല? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. ശരിക്കും ജാസി എന്ന് പറയുന്നത്, ജാസിക്ക് ആണായിട്ടിരിക്കാനാണോ അത് പെണ്ണായിട്ടിരിക്കാനാണോ കൂടുതൽ ഇഷ്ടം? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ ഒരുപാട് റീൽസ് കാണുമ്പോൾ ഈ കമന്റ് സെക്ഷനിൽ കാണുന്ന ഒരു കമന്റ് ആണ്, അണ്ടിത്താത്ത എന്നൊരു കമന്റ് ഒരുപാട് പേര് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. കേൾക്കുമ്പോ ചേച്ചിക്ക് അതെങ്ങനെ ഫീൽ ചെയ്യുന്നേ? അണ്ടിത്താത്ത അല്ലെങ്കിൽ കോൽക്കളി, കുണ്ടൻ, ചാന്തുപൊട്ട്, 9 ഇതൊക്കെ ഒരുപാട് കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. സാറിന്റെ മനസ്സ് നല്ലതാ. സാറിനെ മൂപ്പിച്ചിട്ട് അവർക്കെല്ലാം കൂടി എന്നെ കളിയാക്കി ചിരിക്കാനാ. അങ്ങനെ ഇപ്പൊ വേണ്ട. കമന്റ്സ് ഒക്കെ കാണുമ്പോ അതിന് റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ ചില കമന്റ് കാണുമ്പോൾ എനിക്ക് നല്ല റിപ്ലൈ കൊടുക്കണം തോന്നാറുണ്ട്. അത് ലേഡീസ് കോസ്റ്റ്യൂം ആണല്ലോ, അപ്പൊ ഉള്ളി ഇട്ടിരിക്കുന്ന സാധനങ്ങളും ലേഡീസിന്റെ തന്നെയാണോ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഒരു സാധനം വലുതാകും ചെറുതാകും, എന്ത്? ഞാൻ അത്രക്കാരൻ നാവ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. അല്ല, അത് വലുതാവോ? ഇടയ്ക്ക് ഞാൻ നല്ലോണം വലുതാകും. തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? അറിയില്ല. ക്ലൂ തരാം, ഒരു നമ്പറാ. നമ്പറാണോ? ആ നമ്പർ എന്നോട് വേണ്ട മോളെ. 9 ആണോ 6 ആണോ? 6. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ക്വസ്റ്റ്യൻസ്. എന്നൊരു വരി ഊതരുത്. സത്യം പറഞ്ഞാല് ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ ആണ്. അവര് ചാന്തുപൊട്ട് അല്ലെങ്കിൽ 9 ഉണ്ട് അങ്ങനെ. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് എന്റെ വിഷമം അറിയുള്ളൂ. നിങ്ങളായി നിങ്ങളുടെ പാടായി. നമ്മളീ നാട്ടുകാരനല്ല. നമുക്കൊരു കൈയില്ല അല്ലെങ്കിൽ നമുക്കൊരു ഒരു കാഴ്ച ശക്തി ഇല്ല. പക്ഷെ അതിനെക്കാട്ടും ഉപരിയാണ് ഈ ഒരു ലൈഫിന്റെ ഇടയിൽ കിടന്ന് വളരുന്ന ഒരു ത്രൂ ഔട്ട് ലൈഫ്. ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? സോറി, എനിക്ക് മനസ്സിലായില്ല. അല്ല, ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. അതിപ്പോ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്താ? അല്ല, കോമൺ ആയിട്ട് എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ മോളോട്. ഇപ്പൊ മോള് ഇതിപ്പോ മോളിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ എല്ലാ സർജറിയും കഴിഞ്ഞു എന്നാണ്. ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ മുമ്പിൽ തുറന്നു കാണിക്കണം എല്ലാ സർജറിയും കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. മോളുടെ ശരീരഭാഗങ്ങൾ എനിക്ക് കാണുമെന്ന് പറഞ്ഞ മോള് കാണിച്ചു. ദൈവമേ, ചതിച്ചു തോന്നണേ. എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാണിച്ചാലാണോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക? ഒരിക്കലും എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട്. ഒരു ട്രാൻസ് പെൺകുട്ടി, അവളെല്ലാ സർജറിയും ചെയ്ത വ്യക്തിയാണ്. അവളോട് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവൾ എല്ലാ ഭാഗങ്ങളും കാണിച്ചു. ഇനി ഒരു നിമിഷം ഞാൻ പോവാണ് സാർ. അത് വളരെ മോശമായി പോയി. എനിക്ക് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ തീർക്കാൻ ഒരു താല്പര്യമില്ല. പ്രത്യേകിച്ച് എനിക്ക് എന്റെ ജെൻഡർ ഐഡന്റിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കുറെ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാ.